നിങ്ങളൊരു ഫുൾ ടൈം കോളേജ് സ്റ്റുഡൻ്റ് ആണോ, സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോളേജ് ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പിക്ചർ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കോളേജ് ഫീസോ അല്ലെങ്കിൽ സ്കൂൾ ഫീസോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരോടും ചോദിക്കാൻ നിങ്ങൾക്ക് തന്നെ സ്വന്തം പേ ചെയ്യാൻ പറ്റുക. ഇനി അതല്ലെങ്കിൽ അതൊരു എക്സ്പെൻസീവ് ഗാഡ്ജറ്റ്, മേ ബി ഒരു ഐഫോൺ ആയിരിക്കാം, മാക്ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേ സ്റ്റേഷൻ ആയിരിക്കാം, അതൊന്നും വീട്ടിൽ ചോദിക്കാതെ വാങ്ങാൻ പറ്റുക. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു ഡ്രീം ട്രിപ്പ് എവിടെ നിന്നും ക്യാഷില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മണി ഏൺ ചെയ്തിട്ട് ആ ട്രിപ്പിന് പോകാൻ പറ്റുക. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്ത് അടിപൊളിയായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനും ഒരു ഡെയിലി 1 to 3 hours ഒക്കെ മാറ്റി വെക്കാനുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മണി മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ചധികം ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊട്ട് സമയം വേസ്റ്റ് ആകണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡെഡിക്കേഷനും എനർജിയും എഫേർട്സും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പറ്റുന്ന ആൾക്കാർക്കുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ ക്രാപ്പി സർവേ ആപ്സോ അല്ലെങ്കിൽ മേക്ക് മണി ഓൺലൈൻ ആപ്സോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും അല്ല പറയുന്നത്. ഇത് റിയൽ ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് കൺസിസ്റ്റൻറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു സൈഡ് ഹസിൽസ് ആണ് ബേസിക്കലി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോഗിംഗ് ആണ്. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ബ്ലോഗിംഗ് ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യം, എനിക്കൊരു ഫുൾ ടൈം ഇൻകം ഞാൻ ഉണ്ടാക്കുന്നതും ആ ഒരു മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോഗിംഗ് ആണ്. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഈസ് ബ്ലോഗിംഗ് ആൻഡ് വാട്ട് ഈസ് എ ബ്ലോഗ്? അപ്പോൾ ഇത് നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാൻ. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഈ ഒരു TWS ഉണ്ട്. ആൻഡ് ഈ ഒരു TWSൻ്റെ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റോ റൈറ്റോ ഇയർബഡ് വർക്ക് ആവുന്നില്ല. ഞാൻ റീസെറ്റ് ചെയ്ത് നോക്കി, ചാർജ് ചെയ്യാനിട്ട് നോക്കി, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് എന്ത് ചെയ്തിട്ട് ഇതിൻ്റെ ഇത് വർക്ക് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഏതൊരു ആൾക്കാരെ പോലെ ഞാനും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് TWSൻ്റെ ലെഫ്റ്റ് ഒരു ഇയർബഡ്സ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഗൂഗിളിൻ്റെ അത് കുറേ അധികം ബ്ലൂ ലിങ്ക്സ് പോലെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് റാങ്ക് ചെയ്യുന്ന കുറേ വെബ്സൈറ്റ്സ് ആണ്. ആൻഡ് ഈ വെബ്സൈറ്റുകളുടെ ഇടയിൽ കുറേയൊക്കെ ഇൻഡിവിജ്വൽ ബ്ലോഗ്സും ആയിരിക്കും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, അവരുടെ കണ്ടൻറ്റ് വായിക്കുന്നു, മേ ബി എൻ്റെ TWS ഫിക്സും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഓരോ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ലിങ്ക്സ്, പ്രോഡക്റ്റ് പർച്ചേസ് ലിങ്ക്സും കാണാൻ പറ്റും. ആൻഡ് ഞാൻ ഈ ഒരു വെബ്സൈറ്റിലൊക്കെ ഓരോ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ആഡ്സ് ഞാൻ കാണുന്നതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ബ്ലോഗ് ഓൺ ചെയ്യുന്ന ആൾക്ക് ഡിസ്പ്ലേ അഡ്വർടൈസിങ് നെറ്റ്വർക്ക് അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കും. അതേപോലെ തന്നെ ഈ ഏതെങ്കിലുമൊക്കെ ഒരു ലിങ്ക് യൂസ് ചെയ്ത് ഞാൻ അവരുടെ ആ വെബ്സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അഫിലിയേറ്റ് കമ്മീഷൻ രീതിയിലും കുറച്ച് ക്യാഷ് കിട്ടും. അപ്പോൾ ബേസിക്കായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ബ്ലോഗ്, ആൻഡ് ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ അതിൽ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാണ്. ആൻഡ് ഈ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ കീവേഡ് റിസർച്ചിങ് അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിനിൽ റാങ്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ SEO ചെയ്തിട്ട് അതേപോലെ തന്നെ പിൻട്രസ്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സോ ആൻഡ് വാട്ട് എവർ ഇറ്റ് ടേക്സ് നമ്മൾ കുറച്ചധികം ട്രാഫിക് ബിൽഡ് ചെയ്യണം, ആൾക്കാർ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വരണം. ആൻഡ് സേ ഫോർ എക്സാമ്പിൾ ഒരു 50,000 മന്ത്ലി വിസിറ്റേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രീമിയം ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് നെറ്റ്വർക്ക്സ് ഉണ്ട്, ഈ മറ്റേ മീഡിയ വൈൻ, റാപ്റ്റി പോലത്തെ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സൻസ്, ഇവരിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് അപ്രൂവൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആഡ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് സൈൻ അപ്പ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റ്സ് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ബ്ലോഗിങ്ങിൻ്റെ അകത്ത് ക്യാഷ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ബ്ലോഗിങ്ങിൽ നിന്ന് റിയലിസ്റ്റിക് ആയിട്ട് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കുറേ ആർട്ടിക്കിൾസ് പോസ്റ്റ് ചെയ്തു, SEO ചെയ്തു, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ് എല്ലാം ചെയ്തിട്ട് സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു 50,000 വിസിറ്റേഴ്സ് പെർ മന്ത് എത്തുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ 50,000 സെഷൻസ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം ആയിട്ടുള്ള ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് നെറ്റ്വർക്ക്സ് ഉണ്ട്, മീഡിയ വൈനിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അപ്രൂവൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആഡ്സ് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ മെജോറിറ്റി ഓഫ് വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് Tier 1 കൺട്രീസ് ലൈക്ക് USA, UK, കാനഡ പോലത്തെ കൺട്രീസിൽ നിന്നാണെങ്കിൽ നമുക്കൊരു കൺസർവേറ്റീവ് RPM എന്ന് പറഞ്ഞാൽ $25 to $30 ഒക്കെ കിട്ടും. ആൻഡ് ഇനി $30 ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 50,000 ആൾക്കാർ വരുമ്പോൾ RPM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ പെർ മൈലാണ്. അതായത് ഓരോ 1000 പേര് നമ്മളുടെ ബ്ലോഗിലേക്ക് വരുമ്പോൾ എത്ര രൂപ കിട്ടുന്നുള്ളതാണ് ഈ ഒരു RPM കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 30 മൾട്ടിപ്ലൈഡ് ബൈ 50 നോക്കിയിട്ടുണ്ടെങ്കിൽ $1,500 ആണ്. ആൻഡ് ഇനി അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1.25 lakh rupees ആയിരിക്കും പെർ മന്ത് ഈ ഒരു ബ്ലോഗിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു 1 or 3 hours ഒക്കെ നിങ്ങൾക്ക് ഡെയിലി സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാൻ കുറച്ച് ഡിലേ ആകുന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻറ്റ് ബേസിസിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സോഴ്സാണ്. ഇനി ബ്ലോഗിങ്ങിന് വേണ്ടിയുള്ള റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഒരു 2/10 കൊടുക്കാൻ പറ്റും, ലേണിംഗ് കർ 7/10, റവന്യൂ പൊട്ടൻഷ്യൽ 9/10 ആൻഡ് സ്റ്റെബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ 5/10 കൊടുക്കാൻ പറ്റും. ഇനി സെക്കൻഡ് വരുന്നത് വെച്ചാൽ കോണ്ടന്റ് റൈറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബ്ലോഗിങ്ങിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ പറ്റിയൊന്നും ബോധം ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ബ്ലോഗിങ്ങിൻ്റെ അകത്ത് ഇനി ആർട്ടിക്കിളൊക്കെ പോസ്റ്റ് ചെയ്ത് SEO ചെയ്ത് ഒരു ഓഡിയൻസിനൊക്കെ ബിൽഡ് ചെയ്ത് ട്രാഫിക്കൊക്കെ ബിൽഡ് ചെയ്ത് ഏൺ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു ഫ്യൂ മന്ത്സെങ്കിലും എടുക്കും.
എടുക്കും. അത്രയും ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് അവേ നിങ്ങൾക്ക് ഒരു ഏണിംഗ് കണ്ടുപിടിക്കാൻ പറ്റിയ അടിപൊളി സോഴ്സ് എന്ന് പറയുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് മെയിൻലി ഒരു ഓൺലൈൻ പ്രസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിട്ടേൺ കണ്ടന്റിൻ്റെ ആവശ്യം ഉണ്ടാവും. അതിപ്പോൾ ഒരു ബ്ലോഗ് പോസ്റ്റ് ആയിരിക്കാം, ടെക്നിക്കൽ ആർട്ടിക്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ സ്ക്രിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആഡ് കോപ്പി റൈറ്റിംഗ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിനും ഒരു കോണ്ടന്റ് റൈറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റൈറ്റിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടന്റ് റൈറ്റിംഗിലൂടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതും കോളേജിൽ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു 1 to 2 hours അല്ലെങ്കിൽ 3 hours ഒക്കെ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫൈവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കോണ്ടന്റ് റൈറ്റർ എന്നും പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഗിഗ് കാണാൻ പറ്റും. 500 രൂപ, 1000 രൂപ, 2000 രൂപ എന്ന് പറഞ്ഞിട്ട് കുറേ അധികം ഓരോ ആർട്ടിക്കിളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ റിയലിസ്റ്റിക്കലി ഈ ഒരു കോണ്ടന്റ് റൈറ്റിംഗിന് എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെർ വേർഡ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഒരു പെർ വേർഡിന് ഏറ്റവും ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ 40 പൈസ to 50 പൈസയും, അതിൽ ടോപ്പ് ആൻഡ് സ്പെക്ട്രത്തിൽ ഇന്ത്യൻ കമ്പനീസൊക്കെ ആണെങ്കിൽ 2 rupees വരെയൊക്കെ പെർ വേർഡിന് അവർ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 1000 വേർഡ് ലോങ് ആർട്ടിക്കിൾ നിങ്ങൾ റൈറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലയൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 rupees to 2000 rupees എങ്ങനെ പോയാലും ആ ഒരു കോണ്ടന്റ് റൈറ്റിംഗിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു കോണ്ടന്റ് റൈറ്റിംഗിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഒരു 1/10 ആയിരിക്കും, ലേണിംഗ് കർവ് 5/10, റവന്യൂ പൊട്ടൻഷ്യൽ 7/10 ആൻഡ് സ്റ്റെബിലിറ്റി വൈസ് നോക്കുമ്പോൾ ഒരു 7/10 തന്നെയായിരിക്കും. അപ്പോൾ ഇനി തേർഡ് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീങ് എ VA ആണ്. അപ്പോൾ VA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിർച്വൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് വേണ്ടി നിങ്ങളൊരു വിർച്വൽ അസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് നിങ്ങൾ VA എന്ന് പറയുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം ബിസിനസ്സസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഓൺടർപ്രണേഴ്സ് ആണെങ്കിലോ ബിസിനസ് ഓണേഴ്സിനൊക്കെ ചില ടാസ്ക് ചെയ്യാൻ വേണ്ടി, ചെറിയ മൈന്യൂട്ട് ടാസ്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് അതിനോട് വേണ്ടി ടൈം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ടാസ്ക്കൊക്കെ വേറെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഡെലിക്കേറ്റ് ചെയ്ത് കൊടുക്കുക അവർ. അപ്പോൾ നമ്മളൊരു വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ അവർക്ക് ആ ചെറിയ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതിനാണ് ഈ ഒരു VAൻ്റെ ഒരു ഹോൾ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എൻ്റെ വൺ ഓഫ് ദ ബ്ലോഗ്സിന് വേണ്ടി പിൻട്രസ്റ്റ് ട്രാഫിക് ഗ്രോ ചെയ്യാൻ വേണ്ടി ഒരു 25 പിൻസ് എല്ലാ ദിവസവും ക്യാൻവയിൽ ഉണ്ടാക്കിയിട്ട് അത് ഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ ഇത് സിമ്പിൾ ടാസ്ക്കാണ്. നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 1 hour ഒക്കെ പെർ ഡേ മിനിമം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനെക്കാട്ടും വേർത്തായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് നമുക്ക് വേറൊരാൾക്ക് വേണ്ടി VAനെ ഹയർ ചെയ്ത് അവർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അവർ ആ ഒരു ടാസ്ക് ചെയ്യുന്നതിനാണ് ഈ VA നമ്മൾ ഈ ഒരു വിർച്വൽ അസിസ്റ്റൻറ്റ് കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസീൻ്റെ അല്ലെങ്കിൽ അവർക്കൊക്കെ കുറേ അധികം ഇങ്ങനത്തെ VA റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഇത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പിൻട്രസ്റ്റ് VA ആവാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് VA പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഫൈവർ പോലത്തെ വെബ്സൈറ്റുകളിൽ ചെന്നിട്ട് VA അല്ലെങ്കിൽ വിർച്വൽ അസിസ്റ്റൻറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഗിഗ്സും കാര്യങ്ങൾ ലിസ്റ്റിങ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ബ്ലോഗ് പോസ്റ്റ് എഴുതാനും അല്ലെങ്കിൽ പ്രൂഫ് റീഡ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കുറേ അധികം VA ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എനിവെയർ ഫ്രം അപ്വേർഡ്സ് ഓഫ് 20,000 rupees പെർ മന്ത് ഒരു VA ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഹോൾ കോൺസെപ്റ്റ് ഓഫ് VA അല്ലെങ്കിൽ വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിൽ ബി എ 3/10, ലേണിംഗ് കർവ് 5/10 ആയിരിക്കും, റവന്യൂ പൊട്ടൻഷ്യൽ 7/10 ആൻഡ് സ്റ്റെബിലിറ്റി വൈസ് നോക്കുമ്പോൾ ഒരു 7/10 ആയിരിക്കും. ഇനി ഫോർത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ ഈ 2024, 23-24 ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കോണ്ടന്റ് കൺസപ്ഷൻ്റെ ഒരു റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. ആൻഡ് ഇൻ ഗോയിങ് ഫോർവേഡ് അത് കൂടാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ലോങ് ഫോം യൂട്യൂബ് കോണ്ടന്റ് ആണെങ്കിലും കുറേ അധികം ക്രിയേറ്റേഴ്സും ബിസിനസ്സൊക്കെ ഇപ്പോൾ പോപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഇവർക്കെല്ലാവർക്കും ഇവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എഡിറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് ഒരു അഡോബി ആഫ്റ്റർ എഫക്ട്സ്, അതേപോലെ തന്നെ പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, ഡാവിഞ്ചി റിസോൾവ് ഇങ്ങനത്തെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൈവർ പോലത്തെ ഓരോരോ പ്ലാറ്റ്ഫോംസിൽ ഫ്രീലാൻസിങ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ വീഡിയോ എഡിറ്റർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, അത് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ. ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോ ഇനി ഫ്രീ ആണ് നോക്കുന്നെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് പോലത്തെ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അതിൻ്റെ സ്കിൽസ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് പോലത്തെ ഒരു സോഫ്റ്റ്വെയർ മാസ്റ്റർ ചെയ്തിട്ട് അതായത് മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാനും നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവർ പോലത്തെ ഓരോരോ ഇതിൽ ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സിലൊക്കെ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗിഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ പ്രോജക്റ്റിൻ്റെ അത് നിങ്ങൾക്ക് ഒരു പെർ പേയ്മെൻറ്റ് ബേസിസിൽ ഈ ഓരോ പ്രോജക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോളേജിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഏണിംഗ് സോഴ്സ് ആണ്. ആൻഡ് ഫൈവർ പോലത്തെ വെബ്സൈറ്റുകളിലൊക്കെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കാണാൻ പറ്റും എനിവെയർ ഫ്രം അപ്വേർഡ്സ് ഓഫ് 1000 rupees പെർ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു 2 hours 3 hours ഒക്കെ മാക്സിമം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് 1,500 bucks ഒക്കെ പോക്കറ്റിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി സോഴ്സാണ് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ റേറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഒരു 4/10 ആയിരിക്കും, ലേണിംഗ് കർവ് 6/10, റവന്യൂ പൊട്ടൻഷ്യൽ 8/10 ആൻഡ് സ്റ്റെബിലിറ്റി വിൽ
വിൽ ബി 7 on 10. അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീങ് എ ഡിസൈനറാണ്. അപ്പോൾ ക്യാൻവ പോലത്തെ സാസ് ടൂൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിപ്പോൾ പോസ്റ്റേഴ്സ് ആണെങ്കിലും ഫ്ലയേഴ്സ് ആണെങ്കിലും യൂട്യൂബ് തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത് സിമ്പിളായിട്ടുണ്ട്. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ പോലത്തെ കോംപ്ലക്സ് സോഫ്റ്റ്വെയർസ് ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാൻവ പോലത്തെ ടൂൾസിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കുറേ പോസ്റ്റേഴ്സും ഫ്ലയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈസിലി ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാൻ പറ്റുകയാണ്. അതായത് ബേസിക്കലി ഇങ്ങനത്തെ ടൂൾസൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഇങ്ങനത്തെ കാര്യത്തിൻ്റെ ഒക്കെ ഒരു ലേണിംഗ് കർവ് ഭയങ്കരധികം കുറഞ്ഞു എന്ന് തന്നെയാണ് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫൈവറിൽ പോയിട്ട് ഗ്രാഫിക്സ് ഡിസൈനിങ് ആ ഒരു കാറ്റഗറിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുക, യൂട്യൂബ് തംബ്നെയിൽസ് ഡിസൈൻ ചെയ്യുക, ഇതിലെ ഫ്ലയേഴ്സ്, ബാനർ, ഇങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് നിങ്ങളുടെ സർവീസ് സെല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ക്യാൻവ പോലത്തെ ടൂൾസൊക്കെ ട്രൈ ചെയ്തിട്ട് അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് പോസ്റ്റേഴ്സും ഫ്ലയേഴ്സൊക്കെ ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ സർവീസൊക്കെ നമുക്ക് ഫൈവറിൽ ഓഫർ ചെയ്യാൻ പറ്റും. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡോബി ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ച് നിങ്ങൾ കാര്യങ്ങൾ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേ സ്കെയിൽ കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. ആൻഡ് ഇങ്ങനത്തെ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഫൈവർ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗിഗ് പോസ്റ്റ് ചെയ്തിട്ട് വേറെ ആൾക്കാർക്ക് വന്നാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് വർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിലോ സ്കൂളിലോ ആയിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏർണിങ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഇനി ഫൈനലി കുറേയധികം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുള്ളി ബ്ലോൺ ബ്രാൻഡ് ഐഡൻറ്റിറ്റി സർവീസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അത് ലോഗോ ഡിസൈനിങ്, അവരുടെ ബ്രാൻഡിന് വേണ്ടി എല്ലാ വിഷ്വലി അപ്പീലിംഗ് ആവുന്ന എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അസറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക, ലോഗോ ഇതാക്കുക, അവരുടെ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ പ്രോജക്റ്റ് നിങ്ങൾക്ക് അപ്വേർഡ്സ് ഓഫ് 50,000 rupees വരെ ഓരോ പ്രോജക്റ്റ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഗെറ്റിംഗ് സ്റ്റാർട്ട് വിൽ ബി 3 on 10, ലേണിംഗ് കർവ് 6 on 10, റവന്യൂ പൊട്ടൻഷ്യൽ 6 on 10 ആൻഡ് സ്റ്റെബിലിറ്റി വിൽ ബി 7 on 10. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളൊരു ഫുൾ ടൈം കോളേജ് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ അടിപൊളി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈമും എനർജിയും എഫേർട്സ് ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇപ്പോൾ ഈ ഡിസൈനിങ്ങിൻ്റെ കാര്യമാണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ബ്ലോഗിംഗ് ആണെങ്കിലും കോണ്ടന്റ് റൈറ്റിംഗ് ആണെങ്കിലും ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫ്യൂ വീക്സ് ഒക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ചധികം കൂടുതൽ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഫസ്റ്റ് ഫ്യൂ ക്ലയൻസിനെ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ടഫായിരിക്കും. നിങ്ങൾക്ക് റിവ്യൂസ് ഇല്ല, റേറ്റിംഗ്സ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ക്ലയൻസിനെ കിട്ടുക, ഓൺ ബോർഡ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടഫ് ടാസ്ക് ആയിരിക്കും. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഓരോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാലിഡായിട്ട് വീണ്ടും കാണാം.